ഒരു ഗുരുകുല സമ്പ്രദായ രീതിയിൽ ഗുരുവായ വൈദ്യനോടൊപ്പം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. എന്താണ് മരുന്ന് എന്നവർക്കറിയാമായിരുന്നു. അതിനുള്ള ചേരുവ എന്താണ്, ഏതൊക്കെ മരുന്നുകളാണ് കൂടിച്ചേരേണ്ടത്, അതിനുവേണ്ടി പച്ചമരുന്നുകൾ ഏതൊക്കെയാണ് എടുക്കേണ്ടത്, ചെടികൾ, ഇലകൾ, വേരുകൾ, അങ്ങനെ പലതും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം എത്രയാണ്, അതിൻ്റെ തോതെന്താണ്, ഇതൊക്കെ അനുഭവത്തിലൂടെ പഠിച്ചു വരികയാണ്. അതിന് വർഷങ്ങളെടുത്ത് ഒരുതരം സാധന എന്ന രീതിയിൽ പഠിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി അപാരമായ കഴിവിലേക്ക് ഈ രംഗത്തുള്ള പലരും എത്തുന്നു എന്നാണ് കണ്ടിട്ടുള്ളത്. അത്തരം മഹത് വ്യക്തികളാണ് ആയുർവേദത്തെ അതിൻ്റെ യഥാർത്ഥ പദവിയിലേക്ക് ഉയർത്തിയത്. നമ്മുടെ ആധുനിക കാലത്ത് സർക്കാർ ഇടപെടുകയും സർക്കാർ ആശുപത്രികൾ സ്ഥാപിക്കുകയും പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഇതിനെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തതോടെ ഒരു പുതിയ മാനം വന്നു. നിർഭാഗ്യകരമായ ഒരു കാര്യം, പണ്ട് ബ്രിട്ടീഷുകാർ ആയുർവേദത്തെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചത് അവർക്ക് അവരുടേതായ താല്പര്യമുള്ളത് കൊണ്ടാണ്. എന്നാൽ അതിൻ്റെ തുടർച്ചയായ മാനസികാവസ്ഥ നമ്മുടെ രാജ്യത്തും കേരളത്തിലും തുറന്നു വന്നു എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഭാഗമായാണ് അലോപ്പതി രംഗത്തുള്ളവർക്ക് ആയുർവേദത്തോട് ഒരു വൈദ്യശാഖ എന്ന നിലക്കല്ലാത്ത അകൽച്ചയും ഒരു തരത്തിലുള്ള പ്രത്യേക മനോഭാവമൊക്കെ വളർന്നു വന്നത്. അതിൻ്റെ ഫലം ആയുർവേദത്തെ ഒരു ചികിത്സാ രീതിയായി അംഗീകരിക്കുന്നില്ല എന്തായിരുന്നു. ഒരുപാട് തെറ്റായ കാര്യങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടി വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ ഈ കൂട്ടർ തയ്യാറായി എന്ന് കാണാൻ സാധിക്കും. അത് ഈ മരുന്ന് കഴിച്ചാൽ എന്തോ അപകടം സംഭവിക്കും, വലിയ തോതിലുള്ള ദോഷമുണ്ട്, പലതരത്തിലുള്ള ദോഷം പറയുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു പ്രചാരകനാണെന്നുള്ളതുകൊണ്ട് ആ ദോഷം എന്തൊക്കെയാണ് പറയുന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെയെല്ലാമുള്ള പ്രചരണം അവരഴിച്ചു വിട്ടു. പക്ഷേ നമുക്കറിയാം, ഉന്നതരായ ചില അലോപ്പതി ഡോക്ടർമാർ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ആയുർവേദം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അലോപ്പതി ചികിത്സയോടൊപ്പം തന്നെ ആയുർവേദ രംഗത്തും അവർ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രധാനിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത ഡോക്ടർ വല്യത്താൻ. അലോപ്പതി രംഗത്ത് അദ്ദേഹത്തിൻ്റെ പേര് ആർക്കും തള്ളിക്കളയാനാവില്ല. എന്നാൽ അദ്ദേഹം ആയുർവേദ രംഗത്ത് നൽകിയ സംഭാവന വളരെ വലുതാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മറ്റൊരു മഹാനാണ് ഡോക്ടർ CK രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെയും അലോപ്പതി രംഗത്തെ കഴിവാർക്കും തള്ളിക്കളയാനാവില്ല.
എന്നാൽ അതേസമയം ആയുർവേദവും പയറ്റുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ചിലർക്ക് ഇത്തരത്തിലുള്ള പ്രത്യേകതകളുണ്ട് എന്ന് കാണാൻ പറ്റും. എന്നാൽ പൊതുവെ ഒരു അകറ്റി നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത്. നിർഭാഗ്യവശാൽ നമ്മുടെ ആയുർവേദ രംഗത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ഭാഗമായി ഒരു പരമ്പരാഗത നിലയിലേക്ക് മാറുന്നതായിട്ടാണ് അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പഠിച്ചു വരുന്ന ആയുർവേദ കോഴ്സ് കഴിഞ്ഞുള്ള കുട്ടികൾ വലിയ തോതിൽ നാട്ടുവൈദ്യന്മാർക്കെതിരെ പറയുന്നതായി കാണുകയുണ്ടായി. ഞാനൊരു പരിപാടിയിൽ കാസർഗോഡ് പങ്കെടുക്കുമ്പോൾ ഒരു പൊതുവായ അഭിപ്രായം പറയാനുള്ളൊരു പരിപാടിയാണ്. അതിനകത്ത് ഒരു കോഴ്സ്, ആയുർവേദ കോഴ്സ് കഴിഞ്ഞ ഒരു യുവ ഡോക്ടർ വളരെ മോശമായി നാട്ടുവൈദ്യന്മാരെക്കുറിച്ച് പറയുന്നതായി കണ്ടു. അതായതൊരു കള്ളവൈദ്യന്മാരാണ് എന്ന മട്ടിലാണ്. അപ്പോൾ ചില സംശയങ്ങൾ ഉന്നയിക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ വന്നത്. പിന്നെ ഞാൻ സംസാരിക്കുന്ന ഘട്ടത്തിൽ അതിനെപ്പറ്റി കുറച്ച് പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ കുട്ടി എൻ്റെ ഒരു ചങ്ങാതിയുടെ മകളാണെന്ന് പിന്നെ മനസ്സിലായി. എങ്ങനെയാണ് തെറ്റായ ധാരണ വരുന്നതെന്നാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരാൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, മരണപ്പെട്ടു പോയി. സ്വാമി നിർമ്മലാനന്ദഗിരി. നിർമ്മലാനന്ദഗിരി മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇപ്പോൾ അദ്ദേഹം ചികിത്സിച്ച മാതൃകയിൽ ചികിത്സ തുടരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഏതാ ശിഷ്യന്മാർ? ആയുർവേദ ഡോക്ടർമാരായിട്ടുള്ള കുറേ പേര് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി ചേർന്നു. കാരണം അവിടെ എത്തിയപ്പോഴാണ് തങ്ങൾ പഠിച്ചതൊന്നും പോരാ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി പിന്നീട് പഠനം തുറന്നത്. ഇത് വലിയ തോതിൽ ഒരു അനുഭവ പാഠമാക്കേണ്ടതാണ്. നമ്മൾ ലഭിച്ച വിവരങ്ങൾ വെച്ച് എല്ലാ വിവരവുമായി എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു പാരാവാരമാണ്. ഒരുപാട് അറിവുകൾ പുറമേ കിടക്കുകയാണ്. ആ അറിവുകളെല്ലാം സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണം. അതിനകത്ത് ആരെയും അകറ്റി നിർത്താൻ പാടില്ല. പഴയ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ ഇവിടെ താടിയോര ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ, അത് മാനുസ്ക്രിപ്റ്റിന് വേണ്ടി പ്രത്യേക സ്ഥലമൊരുക്കിയിരിക്കുന്നു. വളരെ കൂടുതൽ ഇപ്പോഴും ആയി എന്ന് തോന്നുന്നില്ല. അതിനകത്തൊക്കെ ഒട്ടേറെ വിവരങ്ങളുണ്ട്. നിർമ്മലാനന്ദഗിരിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ എന്നോട് പറഞ്ഞിരുന്നു, ഒരു രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്യേണ്ടി വന്നു എന്ന്. റെഫർ ചെയ്യുന്നതെല്ലാം പഴയ ഈ ഗ്രന്ഥങ്ങളാണ്. അതിനകത്തുണ്ട് കാര്യങ്ങൾ. അത് മനസ്സിലാക്കി ചികിത്സിക്കുന്ന നിലയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ പഠനം തുടരുകയാണ്.
പഠനം പലതരത്തിലാണ്. ആ അറിവ് സമ്പാദിക്കൽ ഏറ്റവും പ്രധാനമാണ്.